ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ നാഷണൽ ഹൈവേയുടെ സൈഡിലാണ്, ചന്തപ്പുര ഭാഗം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഈ റോഡ് സൈഡിൽ തൊട്ടടുത്തിരുന്നിട്ട് നമ്മൾ വേസ്റ്റ് ചില്ലുകളിൽ നിന്ന് ക്ലോക്കിൻ്റെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന ചില്ലുകളിൽ നിന്ന് എങ്ങനെയാണ് വാച്ചിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചില്ലെടുക്കണം. ഇതൊരു വേസ്റ്റ് ചില്ലാണ്, കണ്ട ക്ലോക്കിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ചില്ലാണ്. ഇത് കഴുകിയെടുക്കണം. ഇതിൽ വല്ല സ്ക്രാച്ച് ഉണ്ടോ എന്നൊക്കെ നോക്കണം. സ്ക്രാച്ച് ഇല്ലാത്ത ഭാഗം നോക്കി എടുക്കണം. വാച്ചിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പണിയാവും നമുക്ക്. ഓക്കെ, അടിപൊളിയായിട്ട് തിളങ്ങിയില്ലേ, തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള വാച്ച് എടുക്കാം. ഈ വാച്ചാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇനി ഗ്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ മേലെ വെച്ചിട്ട് ഏകദേശം ഒരളവ് കിട്ടിയില്ലേ, നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. സൈസ് ചെയ്തെടുക്കണത്. ഇനി ഒരു വാച്ചും കൂടി ഉണ്ട് കേട്ടോ. 2 വാച്ചും കട്ട് ചെയ്യാൻ നോക്കിയതേ. ഇതിനും വേണം ഒരു ഗ്ലാസ്. ഇതിനും ഗ്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ഉണ്ടാക്കാതെ. ഇത് ആ പീസിൽ നിന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ആ പീസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അതും അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തതിന് ശേഷം വേസ്റ്റ് ചില്ലകളൊക്കെ കളയാം, മാറ്റി വയ്ക്കാം കേട്ടോ. കൈമുറിയാത്തോടത്തൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇതുപോലൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ട്രിപ്പ് കയറ്റുന്ന പൈപ്പ് വഴി പതുക്കെ വെള്ളം ഡ്രോപ്പായിട്ട് നമ്മുടെ മോട്ടർ മുകളിലേക്ക് വരുന്നത്. ഗ്രൈൻഡർ മോട്ടറും എപ്പോഴും ആ വീലുമ്പോൾ വെള്ളം വേണമല്ലേ, ഗ്ലാസ് പൊട്ടിപ്പോകും ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനത്തെ ഗ്രൈൻഡർ മോട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് പതുക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പതുക്കെ സൈസ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഗ്ലാസും സൈസ് ചെയ്ത് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 സൈസ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തുടച്ച് അടിപൊളിയാക്കിയിട്ട് ഒട്ടിക്കണം. അങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ചില്ലിൽ നിന്ന് നോക്കിയേ അടിപൊളി വാച്ചിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.